ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഡിലേ ആയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒന്നിരട്ടാടും വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. കുറേ ഡിലേ വന്നുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ എടുത്തിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഡിലേ വരാതെ എനിക്ക് ഒന്നിരട്ടാട എൻ്റെ ആ ഒരു ടൈം ടേബിൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും എന്താണ് വീഡിയോയിലെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ എന്താണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സ്ട്രോക്ക് ക്രീമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു സ്ട്രോക്ക് ക്രീമും. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഉപയോഗിച്ച രണ്ട് സ്ട്രോക്ക് ക്രീമുകളാണ് ഇത് രണ്ട്. ഒന്ന് എൻവൈബയുടെ സ്ട്രോക്ക് ക്രീം, പിന്നെ രണ്ടാമത്തത് ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീമുമാണിത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിവ്യൂ ആണ് കേട്ടോ ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയ, അതായത് ഇത് ഉപയോഗിച്ചിട്ട് ഈ രണ്ട് സ്ട്രോക്ക് ക്രീമുകൾ തമ്മിൽ എനിക്ക് തോന്നിയ ഡിഫറൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ടെന്ന് നമുക്കിത് യൂസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഈ രണ്ട് സ്ട്രോക്ക് ക്രീമുകളും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം, എങ്കിലേ നമുക്കിത് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ എൻവൈബയുടെ സ്ട്രോക്ക് ക്രീമിനെ കുറിച്ച് പറയാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ എൻവൈബയുടെ പ്രോ സ്ട്രോക്ക് ക്രീമാണ് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിത് മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സ്ട്രോക്ക് ക്രീം ഭയങ്കര എന്താ പറയുക, നല്ല ഗ്ലോവിങ് ആയിട്ട്, നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിൽ തന്നെ നമുക്കിത് മാത്രം അപ്ലൈ ചെയ്താൽ മതി, നല്ല സ്കിന്ന് നല്ല തിളങ്ങും, നല്ല ബ്രൈറ്റനായിട്ടൊക്കെ ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നൊക്കെ ഇങ്ങനെ കുറേ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു കേട്ടോ ഈ ഒരു എൻവൈബയുടെ പ്രോ സ്ട്രോക്ക് ക്രീം. അപ്പോൾ ഇതിൻ്റെ വേറെയും ഷെയ്ഡുകൾ വരുന്നുണ്ട്. പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ, അതുപോലെ തന്നെ ഗോൾഡ് വരുന്നുണ്ട്. അപ്പം ഞാൻ മേടിച്ചത് ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പിങ്ക് ടോപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോ സ്ട്രോക്ക് ക്രീമിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊരു 3-in-1 പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിനകത്ത് ഹൈലൈറ്റർ, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ പ്രൈമറും വരുന്നുണ്ട് ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിൽ തന്നെ. അപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് കുറച്ച് നാളായിട്ടോ, ഏകദേശം ഒരു 6 മാസത്തിൽ കൂടുതൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 269 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചത് പർപ്പിളിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ പർപ്പിളിൽ നിന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ ഓഫറുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് മേടിച്ചത്, ഈ ഒരു എൻവൈബയുടെ ഒരു സ്ട്രോക്ക് ക്രീം ഞാൻ മേടിച്ചത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു മോഡലിലാണ് കേട്ടോ വരുന്നത്. ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് കയ്യിലൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു പിങ്ക് കളറിലുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ കയ്യിൽ ഞാനിത് ചെയ്തപ്പോൾ ആ ഒരു ഗ്ലോ വരുന്നുണ്ട്, ആ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഗ്ലോയൊന്നും വരുന്നില്ല. ഞാനിത് അപ്ലൈ ചെയ്തിട്ട് എനിക്കങ്ങനെ ഫേസ് അങ്ങനെ ഭയങ്കര ഗ്ലോ ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ നോർമലി ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് ഇടുമ്പോഴുള്ള ആ ഒരു നമ്മുടെ ആ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നുള്ളൂ.
എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ ഒരു ഇത് ഉണ്ടല്ലോ, സ്കിന്നിലുണ്ടാകുന്ന ഒരു ചേഞ്ച്, അത്രേ എനിക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഭയങ്കര ഗ്ലോ ആയിട്ടൊന്നും എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫീൽ ചെയ്തില്ലായിരുന്നു. പക്ഷെ നമുക്കിത് വെറുതെ ഇപ്പോൾ ഒരു പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് വേറെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കോമ്പാക്റ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ നമുക്കിത് ഗ്ലോ ആയിട്ട് ഇരിക്കത്തില്ല. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നിയത്, യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തോന്നിയത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ട്യൂബ് വരുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനെ നീളം നമുക്ക് ഈ ഒരു കൈവിരലിൻ്റെ അത്രയും വരുന്നുള്ളൂ ഈ ഒരു ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര കുഞ്ഞായിട്ട് തോന്നി. നമ്മൾ കുറച്ചൊക്കെ ആയിരിക്കുമല്ലോ അപ്ലൈ ചെയ്യുന്നത്. അയ്യോ ഇത് പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. പക്ഷേ ഇതങ്ങനെ പെട്ടെന്നൊന്നും തീർന്നില്ല. ഞാൻ മേടിച്ചിട്ട് ഒത്തിരി എന്നിട്ടും ഇത് ഇത്രയും ബാലൻസ് ഉണ്ട്. ഇതാ ഇവിടെ ഈ ഇത്രയും ഭാഗം കണ്ടോ നിങ്ങൾ, ഇത്രയും എനിക്കിതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റാണ് ഈ ഫേസസ് കാനഡയുടെ സ്ട്രോ ക്രീം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അതിൻ്റെയാണ് ഇതാ തെളിപ്പ് അറിയാൻ പറ്റും. ഇതാ ഇങ്ങനെ ഇത് ചിളങ്ങിയൊക്കെ ഇരിക്കാനുണ്ടോ, പ്രസ് ചെയ്ത്. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഈ ഫേസസ് കാനഡയുടെ സ്ട്രോ ക്രീം. അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. ഭയങ്കര സ്കിന്ന് നല്ല ഗ്ലോവിങ് ആയിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ട് യൂസ് ചെയ്ത് നമുക്ക് ഫങ്ഷന് പോകാം. അതുപോലെ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ഹൈലൈറ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് തോന്നാത്തത് കൊണ്ട്, പക്ഷേ വെറുതെ നമുക്ക് അപ്ലൈ ചെയ്ത് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് വെറുതെ അപ്ലൈ ചെയ്ത് പോകാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെയാണ് കേട്ടോ. ഈ എൻവൈബിയുടെ പ്രൊഡക്റ്റ് ഓക്കെയാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു മേക്കപ്പൊക്കെ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു സ്ട്രോ ക്രീം ഞാൻ നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ് ഈ ഒരു ഫേസസ് കാനഡയുടെ. അപ്പം ഞാൻ ഇതൊന്ന് നോക്കാം എങ്ങനെയുണ്ട്, എൻവൈബിയേക്കാളും നല്ലതായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മേടിച്ച് നോക്കിയതാണ് കേട്ടോ ഈ ഫേസസ് കാനഡയുടെ സ്ട്രോ ക്രീം. അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ മേടിച്ചിട്ടുള്ളത് റോസ് ഗോൾഡിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. വേറെ ഷെയ്ഡുകൾ ഇതിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ മേടിച്ചത് റോസ് ഗോൾഡാണ്. ഇതിൻ്റെ സിൽവറൊക്കെ ഉണ്ട്. അപ്പോൾ ദാ ഇതൊന്ന് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പുറത്ത് ഞാൻ എൻവൈബിയുടെ ആണ് അപ്ലൈ ചെയ്തത്. ഇവിടെയാണ് ഫേസസ് കാനഡയുടെ അപ്ലൈ ചെയ്തേക്കണേ. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്ലോ ഒക്കെ വരുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷേ എനിക്കിത് അപ്ലൈ ചെയ്തിട്ട് തോന്നിയതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓൾറെഡി സ്കിൻ ഓയിലി സ്കിന്നാണ്. അപ്പോൾ എൻ്റെ ഈ ഓയിലി സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. പക്ഷേ എനിക്കിത് അപ്ലൈ ചെയ്തിട്ട് ഓവറായിട്ട് ഇങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ലപോലെ ഓയിലി ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഇതിന് ഫൗണ്ടേഷൻ യൂസ് ചെയ്തു. ഫൗണ്ടേഷൻ്റെ ഒപ്പം ഞാനിത് യൂസ് ചെയ്തായിരുന്നു. ഫൗണ്ടേഷൻ്റെ ഒപ്പം യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഏകദേശമൊക്കെ അതുപോലെ തന്നെ വന്നു. അപ്പോൾ ഞാൻ കോമ്പാക്റ്റും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ഓയിലി സ്കിന്നല്ലാത്ത രീതിയിൽ നോർമലി നമുക്കൊരു ആയിരുന്നു കോമ്പാക്റ്റ് ഇട്ട് അതിൻ്റെ പുറത്ത് കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷേ നമുക്ക് വീഡിയോസിലൊക്കെ കാണിക്കുന്നത് എന്താ, ഇത് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാം എന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഇട്ട് ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഇത് മാത്രമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. ഞാൻ ഫൗണ്ടേഷൻ്റെ ഒപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാനിത് യൂസ് ചെയ്യാറ്. അപ്പം ഞാനിത് മാത്രമായിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലെത്തിയതിന് സ്കിന്നൊക്കെ ഇവിടെ അപ്പടി ഇങ്ങനെ ഓയിൽ, മുഖത്ത് എണ്ണ തേച്ചിട്ട് നമ്മൾ കുളിക്കില്ലേ, അതുപോലെ മുഖത്ത് അപ്പടി എണ്ണയൊക്കെ തൂത്തേക്കണ പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഓയിലി ആയിട്ടുള്ള അതൊക്കെ സ്കിന്നിൽ മാറിയത് കണ്ടോ. അപ്പോൾ അതുവരെ നല്ലപോലെ ഇവിടേക്ക് ഭയങ്കര ഒത്തിരി ഓയിലായിട്ട് ഇപ്പോൾ രാവിലെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എന്തായാലും വ്യത്യാസം വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്കിത് ഫീൽ ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് 299 രൂപയാണ് കേട്ടോ.
അപ്പോൾ ഞാനിത് ഫൗണ്ടേഷൻ്റെ ഒപ്പം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫേസസ് കാൻഡയുടെ ഫൗണ്ടേഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഒപ്പം ഇതിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്കിന്നിൻ്റെ നല്ലൊരു ബ്രൈറ്റനിങ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. പക്ഷേ പുറത്ത് പോകുമ്പോൾ വെറുതെ ഫൗണ്ടേഷനൊന്നുമില്ല, കോമ്പാക്റ്റ് ഇല്ലാതെ വെറുതെ യൂസ് ചെയ്യാനാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഓക്കെയാണ്. എന്നാൽ നമുക്കിപ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റിയത് ഫേസസ് കാനഡയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഏകദേശം ഏറെക്കുറെ എന്താ പറയുക, സിമ്പിൾ മേക്കപ്പിന് ഞാനിത് യൂസ് ചെയ്യും, എന്നാൽ അല്ലാതെ കല്യാണം അതുപോലുള്ള ഫങ്ഷന് ഞാൻ ഇത് യൂസ് ചെയ്യും. ടോട്ടലി നമുക്കിതിൽ ഏതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടും ഏകദേശം ഒരേപോലെയാണ്. ഇത് കുറച്ച് ഓയിലി ആയിട്ട് തോന്നിയെന്നുള്ളത് മാത്രമായിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഫൗണ്ടേഷനൊപ്പം യൂസ് ചെയ്തിട്ട് പിന്നെ കോമ്പാക്റ്റ് ഇടുമ്പോൾ ഇത് എനിക്ക് കൂടുതൽ ബെറ്ററാണ്. നല്ല ഒരു സ്കിന്നൊരു ബ്രൈറ്റനിങ് നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്ട്രോക്ക് ക്രീം സെലക്ട് ചെയ്ത് മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലത് ഏതാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്യുമല്ലോ. ഏതാണെന്നൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒത്തിരി പേരാണ്. ഞാനും സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് ഏത് സ്ട്രോക്ക് ക്രീമാണ് നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ സിമ്പിൾ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു എൻവൈബയുടെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണേ. അല്ലാതെ നമുക്കിപ്പോൾ ഫൗണ്ടേഷനും ഒക്കെ ഇടേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസസ് കാൻഡയുടെ യൂസ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ ഏതാണ് കൂടുതൽ യൂസായിട്ട് തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.